വർഷം 1971. തമിഴ്നാട് കമ്പത്തിനടുത്തൊരു വിമാനാപകടം. 20 പേരോളം മരിക്കാനിടയായ അപകടം. ഈ യാത്ര ആ സ്ഥലത്തേക്കാണ്. വേറെങ്ങുമല്ല, പശ്ചിമഘട്ടത്തിലെ പർദീസ എന്നറിയപ്പെടുന്ന മേഘമലയിലേക്കാണ്. വൺ ഡേ ട്രിപ്പിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. മൂന്നാറും ഊട്ടിയും പോയി മടുത്തെങ്കിൽ ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് തമിഴ്നാട്. ഇങ്ങനൊരു മലയോര മേഖല എൻ്റെ ലൈഫിൽ ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് കമ്പത്ത് വന്നു. അവിടുന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട് ഫസ്റ്റ് സ്പോട്ടായ മേഘമല ഹൈവേ ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. മേഘമലയിലേക്കുള്ള ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ മനോഹരമായ സ്ഥലങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. പെട്രോൾ പമ്പും നല്ലൊരു ഹോട്ടലും ഇല്ലാത്തത് ഒരു കുറവാണെങ്കിലും ആ കുറവ് നികത്തുന്നത് മനോഹരമായ ഈ സ്ഥലങ്ങളും തണുത്ത ഈ കാലാവസ്ഥകളുമാണ്. മേഘമലയിലേക്ക് ആദ്യം വരുമ്പോൾ ഒരു ഡാം കാണാം. പിന്നെ കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോഴാണ് ഹൈവേ ഡാം എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പറ്റുന്നത്. അതിമനോഹരമായ സ്ഥലം. എവിടെ നോക്കിയാലും ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ സ്ഥലങ്ങളാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ അടുത്ത സ്പോട്ടായ മഹാരാജമേട്ട എന്ന സ്ഥലത്തിലോട്ടാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിയൊക്കെയും ഒരുപാട് ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ സ്ഥലങ്ങളാണ്. മൂന്നാറും ഊട്ടിയും കൂടിച്ചേർന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് മേഘമലയിലെ പല സ്ഥലങ്ങളും എന്ന് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. മഞ്ഞും തണുപ്പും അതിശക്തമായ കാറ്റും ഈ സ്ഥലങ്ങളെ വേറിട്ട് നിർത്തുന്നുണ്ട്. ലാസ്റ്റ് സ്പോട്ടായ മഹാരാജമേട്ട് എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഗംഭീരം എന്ന് പറഞ്ഞപ്പോൾ അതിഗംഭീരമായ സ്ഥലം. മേഘവും മലകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതും അതിൻ്റെ ഉയരത്തിൽ നിന്നുകൊണ്ട് നമ്മളത് കാണുന്നതും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. മേഘമല എന്ന പേര് 100% നീതി പുലർത്തിയിട്ടാണെന്ന് നമുക്കിവിടെ വരുമ്പോൾ കാണുവാനും സാധിക്കും. അതുപോലെ തന്നെ മഹാരാജമേട്ടിൽ നിന്ന് നോക്കിയാൽ കമ്പൻ ടൗണും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലെങ്കിലും നിങ്ങളും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ജീവിതത്തിൽ നഷ്ടമൊന്നും ഉണ്ടാകുകയില്ല. 12 മണിയോടുകൂടി മഹാരാജമേട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് കമ്പത്ത് വന്നു. അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങി.